എല്ലാ ഹൈ റിസ്ക് പ്രഗ്നൻസീസും സിസേറിയൻ സെക്ഷനിലോട്ട് പോവാറുണ്ടോ? നോട്ട് ഓൾ പ്രഗ്നൻസീസ് നമുക്ക് അങ്ങനെ എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വി ട്രൈ ഫോർ എ നോർമൽ ഡെലിവറി. ഒരു പേഷ്യന്റ് പ്രഗ്നന്റ് ആകുമ്പം അവർ സുഖമായിട്ട് പ്രസവിക്കുകയോ ഇല്ലയോ എന്ന് അവരെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. നമുക്ക് അവരെ പെൽവിസ് നോക്കി ഇൻ ലേബറിലുള്ള ചേഞ്ചസ്, സെർവിക്സ് ഡയലേറ്റ് ചെയ്യുന്നുണ്ടോ, കുഞ്ഞിന്റെ തല ഇറങ്ങി വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ലേബറിലായി കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. സോ അത് ഓരോ പേഷ്യന്റിനും ഓരോ രീതിയിലായിരിക്കും. എൻ്റെ മദർ ഇൻ ലോ പ്രസവിച്ചു, സുഖമായിട്ട് 5 പേരെ പ്രസവിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഒരാൾക്ക് പ്രസവിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ചില ഫൈബ്രോയിഡ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസീസ് ആണ്, ബിഗ് ഫൈബ്രോയിഡ്സ് ആണ്, അത് എന്തെങ്കിലും ഒബ്സ്ട്രക്റ്റഡ് ലേബർ ആവുകയാണെങ്കിൽ പറ്റത്തില്ല. വി ഹാവ് ടു ടേക്ക് ദം അപ്പ് ഫോർ എ സിസേറിയൻ സെക്ഷൻ. എവറി ഡെലിവറി, എവറി വുമൺ ഇസ് ഡിഫറെൻറ്റ്, എവറി പ്രഗ്നൻസി ഇസ് ഡിഫറെൻറ്റ്. അപ്പം ആ ഓരോ പ്രഗ്നൻസിയുടെ ഔട്ട്കമും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഒരു കുഞ്ഞിന് വളർച്ച കുറവുള്ള കുഞ്ഞുങ്ങളാണ്, കുറച്ച് കോംപ്രമൈസ് ബേബീസ് ആകുമ്പോൾ നമ്മളൊരു സാധാരണ നേരത്തെ പറഞ്ഞ ഒരു നോർമൽ പ്രഗ്നൻസി അവർക്ക് കൊടുക്കും പോലെയുള്ള ഒരു ലോങ് ട്രയൽ മേ ബി നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഒരു ഷോർട്ട് ട്രയലേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഓരോ സ്റ്റോറിയും ഡിഫറെൻ്റ് ആണ്. എങ്ങനെ നമ്മൾ ഇൻ ലേബറിൽ ബിഫോർ ഡ്യൂറിങ് പ്രഗ്നൻസി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ, അതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇൻ ലേബറിൽ എന്തെങ്കിലും വരുന്നുണ്ടോ, പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറയുവാണ് ലേബറിൽ, നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷെ അല്ലാത്തതാണെങ്കിൽ വി ഹാവ് നോ അതർ ഗോ, ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഓൾവേസ് മദർ ആൻഡ് ബേബി സേഫ് ആൻഡ് സൗണ്ട് ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി ദ ഗോൾ.